ഹായ് ഗൈഡ്സ്, നമസ്കാരം. എസ് ഗാരേജിലേക്ക് കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് താമസിച്ചു പോയി. ഇത് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് വന്നൊരു വണ്ടിയാണ്. വർക്ക്ഷോപ്പിൽ നിന്ന് അവരെടുത്തുകൊണ്ട് വന്നതാണ്. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി കാർപ്പറ്റ് ഇടണം, സീറ്റ് കവർ ചെയ്യണം, റൂഫ് ചെയ്യണം, അതുപോലെ ഡോർ പാഡുകൾ ചെയ്യണം. ഇതിനകത്ത് ഓൾറെഡി എല്ലാം ഈ കോലത്തിലാണ് കൊണ്ടുവന്നേക്കണത്. എല്ലാം അഴിച്ച് ചാക്കിലാക്കിയാണ് കൊണ്ടുവന്നേക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യുന്ന ഓരോ പരിപാടികൾ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. നമ്മളായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. നമ്മുടെ കട വരുന്നത് വൈറ്റിലെ ജനതയിലാണ്. പിന്നെ തമ്മനത്തും ഒരു കട വരുന്നുണ്ട്. ഓൾറെഡി കാർപ്പറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കോളിഫോം ഇട്ട് കാർപ്പറ്റ് ചെയ്തു. കാർപ്പറ്റ് ചെയ്യണം വണ്ടിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടാവും. വണ്ടി ഓടുമ്പോഴേക്കും അതിൻ്റെ സൗണ്ട് പുറമെ ഉള്ളിൽ വരും. റൂഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലെ ഡിക്കി പ്ലൈവുഡ് ഇട്ട് കാർപ്പറ്റ് ചെയ്തിട്ടുണ്ട്. മാരുതിക്ക് വരുന്നത് ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ നമ്മൾ അതേപോലെയാണ് ചെയ്തേക്കണത്. ഇതിനകത്ത് നമ്മൾ ഈ മെറ്റീരിയലാണ് 70 മാറ്റ് ഉപയോഗിക്കുന്നത്. പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ 70 മാറ്റ് വരുന്നത്. എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്. നമുക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് തയ്ച്ചു തരുന്നതാണ്. അപ്പോൾ സീറ്റ് കവറിൻ്റെ വർക്കാണ് കഴിഞ്ഞേക്കുന്നത്. ഇൻഡു ഡിസൈൻ കൊടുത്തിട്ട് നമ്മൾ ബ്ലാക്കിൽ റെഡ് സ്റ്റിച്ചിങ്ങാണ് കൊടുത്തേക്കുന്നത്. ഇത് നാപ്പ മെറ്റീരിയൽ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലോണം ലാസ്റ്റും ചെയ്യും, നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ ക്വാളിറ്റി ഫിറ്റിങ്സും ക്വാളിറ്റി സ്റ്റിച്ചിങ്സുമാണ് നമ്മൾ ചെയ്യുന്നത്. പല ആൾക്കാരും പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അത്രയും ക്വാളിറ്റി ആയില്ല എന്നും പറഞ്ഞ് വരാറുണ്ട്. നമ്മളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. അതുപോലെ ഡോർ പാഡ് സെയിം ഡിസൈനാണ് ചെയ്തേക്കുന്നത്. സ്റ്റിച്ചിങ് ഇതുപോലെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. നമ്മൾ പഴയ വണ്ടിയായാലും പുതിയ വണ്ടിയായാലും ഏത് വണ്ടിക്കും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഫുള്ള് ഡോർ പാഡ് പുതിയത് പാഡെടുത്ത് കട്ട് ചെയ്തു, സെറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതേപോലെ എല്ലാ വണ്ടികളും ഏത് വണ്ടി ആയിക്കോട്ടെ, നിങ്ങൾ എത്ര പഴയ വണ്ടിയാണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ നമ്മൾ പെയിൻറ്റിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ പെയിൻറ്റ് വരെയും ചെയ്തു തരുന്നതാണ്. എസ് ഗാരേജ് നമ്മൾ തമ്മനത്തെ ഷോപ്പാണത്. പിന്നെ നമുക്ക് വൈറ്റിലെ ജനതയിൽ ആണ് ഒരു ഷോപ്പ് വരുന്നത്. വൈറ്റിലെ ജനതയിൽ 836 പില്ലർ നമ്പർ വരുന്നത്. അതുപോലെ 70 മാറ്റ് നമ്മൾ മാനുഫാക്ചറിങ് ആണ്. ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സീറ്റ് കവറും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഡിക്കി മാറ്റുകളൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. കാറിൻ്റെ AC വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ 70 മാറ്റിൻ്റെ ബ്രാൻഡ് വരുന്നത് ഓട്ടോ ടച്ചാണ്. നമ്മുടെ ബ്രാൻഡ് നെയിം ശരിക്കും സംസം എന്നാണ് വരുന്നത്.